കല്യാണ വീടുകളിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വൈറൽ റെസിപ്പിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് ചൂടോടെയും കഴിക്കാം, അതുപോലെ തന്നെ തണുപ്പിച്ചിട്ടും കഴിക്കാം. അപ്പോൾ നമ്മളിത് മുന്തിരി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓറഞ്ച് വെച്ചിട്ടും ട്രെൻഡിങ് ആയിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു ഐറ്റം. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതൊരു വെൽക്കം ഡ്രിങ്ക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. വിരുന്നുകാരൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുന്തിരി തന്നെയാണ് അത്യാവശ്യമായിട്ടുള്ളത്. പിന്നെ നമുക്ക് ഒരുപാട് വില കൊടുത്തിട്ട് വലിയ സാധനങ്ങളൊന്നും വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ നമുക്ക് പിന്നെ വീട്ടിലുള്ള ഒറ്റ ചേരുവ മാത്രം മതി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു 10-12 മുന്തിരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു എന്താ പറയണ്ടേ, ചെറിയൊരു ചൂടുവെള്ളത്തിൽ നമുക്കിതൊന്ന് കഴുകിയെടുക്കണം. ഒരു 10 മിനിറ്റ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടതിന് ശേഷം അത് 10 മിനിറ്റ് ആയതിനു ശേഷം നല്ലപോലെ ഒരു 3-4 വെള്ളത്തിലൊന്ന് കഴുകിയെടുത്താൽ മതി. ഏതൊരു ഫ്രൂട്ട്സും നിങ്ങൾ ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കുക. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം അതിലേക്ക് നല്ലപോലെ കഴുകി വെച്ച മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിത് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് മൂടി വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്യണം. അപ്പോൾ കുക്ക് ചെയ്യാൻ പോവുകയെന്ന് അപ്പോൾ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിതിലേക്ക് അതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് ഇറങ്ങി വരും. അപ്പോൾ ഒരു ഏകദേശം ഒന്ന് തിളക്കുന്ന സമയം നമുക്കൊരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് മൂടി തുറന്ന് നോക്കാം. ജസ്റ്റ് കളറൊക്കെ ഒന്ന് ഇളകി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാനിൻ്റെ കളറ് ഇതുപോലത്തെ കളറായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവാത്തത്. നമുക്കിതൊന്ന് സ്പൂണ് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് വീണ്ടും ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് കുക്കാവണം. നമുക്കിത് തണിഞ്ഞതിന് ശേഷം മിക്സിയിലിട്ട് അടിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ ഇത് 1-2 മിനിറ്റും കൂടി ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കുമ്പോൾ നല്ലോണം കളറൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫാക്കുന്നതിന് മുന്നേ നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മാത്രം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തണുക്കണം. അപ്പോൾ നിങ്ങളിത് വിചാരിക്കും നമ്മൾ മുന്തിരി ജ്യൂസാണ് ഉണ്ടാക്കുന്നത്, കാരണം നമ്മളിങ്ങനെയാണല്ലോ മുന്തിരി ജ്യൂസ് ഉണ്ടാക്കുന്നത്. പക്ഷേ അതൊന്നുമല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇനി നല്ലപോലെ ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം. എന്നിട്ട് ഇത് നമുക്കൊരു ചെറിയൊരു അരിപ്പ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതിലതിൻ്റെ വേസ്റ്റൊന്നും പെടാൻ പാടില്ല. അപ്പോൾ നല്ലപോലെ ഒന്ന് അരിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം ഉണ്ടാക്കി വെക്കുന്നത് മുന്തിരി ജ്യൂസാണ്. പക്ഷേങ്കിൽ നമ്മൾ തയ്യാറാക്കുന്നത് മുന്തിരി ജ്യൂസല്ല, നമ്മൾ തയ്യാറാക്കുന്നത് മുന്തിരി ചായയാണ്. അപ്പോൾ ഇനി അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്കതിലേക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ചായയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ മുന്തിരി ചായ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇനി അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ നമ്മൾ ചായപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതിൻ്റെ ഒരു റെസിപ്പി, പ്രത്യേകിച്ച് ചായ ഇഷ്ടപ്പെടുന്നവർക്ക്. അപ്പോൾ ചായയിൽ നിന്ന് ആ ഒരു കളറൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ അത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ മുന്തിരി ജ്യൂസിലേക്ക് ചൂടോടുകൂടി തന്നെ നമ്മൾ ഒന്ന് അരിച്ചൊഴിക്കണം. നമ്മൾ ചായ കട്ടൻ ചായയാണ് ഉണ്ടാക്കിയത്, അതൊന്ന് അരിച്ചൊഴിക്കാം. അപ്പോൾ കട്ടൻ ചായയിലേക്ക് ഞാൻ മധുരമൊന്നും ചേർക്കുന്നില്ല, കാരണം മുന്തിരി ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ മധുരം ചേർത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ചായയും ഒഴിച്ചതിന് ശേഷം നമുക്കിത് നല്ലപോലെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് മധുരം നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുന്തിരി ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടുണ്ട്. അപ്പോൾ ചൂടോടുകൂടി തന്നെ ചായ ഇഷ്ടപ്പെടുന്നവർക്ക് ചൂടോടുകൂടി നമുക്ക് സെർവ് ചെയ്യാം. അതുപോലെ തന്നെ തണുപ്പിച്ച് കുടിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ മുന്തിരി ചായ പോലെ തന്നെ നമുക്ക് ഓറഞ്ച് വെച്ചിട്ടും ഇത് ഉണ്ടാക്കാം. ഓറഞ്ച് ചായ അതും റെസിപ്പി വൈറലായിക്കൊണ്ടിരുന്ന റെസിപ്പി തന്നെയാണ്. അപ്പോൾ നമ്മളെ മുന്തിരി ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് വെറൈറ്റി ടൈപ്സ് ഓഫ് ചായയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതെന്തായാലും ഇഷ്ടമാകും. അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ മുന്തിരീൻ്റെ ഒരു ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ കട്ടൻ ചായേൻ്റെ ടേസ്റ്റും വരുന്നുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതെന്തായാലും ഇഷ്ടമാകും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.